ഒരു മകന് വന്നിട്ട് പറ എന്റെ അമ്മ മരിച്ചാൻ ദ്വാരിക്കുന്നു. ഒരു മകന് വന്നിട്ട് പറ എന്റെ അമ്മ മരിക്കാൻ ദ്വാരിക്കുന്നു. അപ്പൊ എന്താ ഉമ്മ മൂലക്കിൽ കിടക്കുക, കാഷ്ടവും മൂത്രമൊക്കെ ചുമരുമത്തിലേക്ക് 4 പെണ്ണെത്തി തരും. 4 ആള് പോയി. അള്ളാഹു കാക്കട്ടെ, അങ്ങനത്തെ ഒരു അവസ്ഥ ഒന്ന് തരാതിരിക്കട്ടെ. ചായ കുടിച്ച നിങ്ങൾ ഇവിടെ ഈ സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലുമ്പോ നിങ്ങൾ വർത്താനം പറയാം, ഫോണ് വിളിച്ച നിങ്ങൾ ഈ വർത്താനം പറയാൻ കിട്ടും. ആര് വർത്താനം പറയാതെ അടിമമാരെ മൈക്ക് കൊണ്ടുവരും. നിങ്ങൾ സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലുമ്പോൾ വർത്താനം പറയും. ഒരാൾക്കാരുടെ ഫോൺ സലാ എന്ന മലയാളി അത് വർക്കത്തെ ഖബറുള്ള വിശാലാക്കട്ടെ. നമ്മല്ലാത്തൊരവസ്ഥ റബ്ബ് നമുക്ക് തരാറുണ്ട്. പിന്നെ മോനെ അല്ലേ, 3 മക്കളല്ലേ, 4 ആളുണ്ടല്ലേ. 4 മക്കൾക്കും ഞാൻ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു കുടുംബം. ഒരു പ്രാവശ്യം ശ്വാസം മുട്ടായിട്ട് എൻ്റെ അടുത്ത് കൊടുത്തിരുന്നു. പക്ഷെ അത് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ എന്തോ ഒരു വിഷമം പറഞ്ഞില്ലേ, അത് പറഞ്ഞല്ലോ എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട്. അത് പറഞ്ഞു കഴിഞ്ഞ ഒരാഴ്ച മുത്തിൽ മരിച്ചു. അള്ളാഹുവിന്റെ ഇതൊന്നും കേട്ടോ, ഞാൻ പറഞ്ഞ മരിച്ചൊന്നുമല്ല. അള്ളാഹു ഖബർ വിശാലാക്കട്ടെ. ഉമ്മല്ലാത്ത വേദന. വാപ്പ മരിച്ചാല് അല്ലേ, വാപ്പ മരിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, എന്തെങ്കിലൊക്കെ നമുക്ക് ജീവിക്കാൻ കഴിയും. ഉമ്മ മരിച്ചാലും ആ വേദന നമുക്ക് സഹിക്കാൻ കഴിയില്ല. അപ്പൊ ഇന്നലെ എന്റെ അടുത്ത് കൊടുന്നു. ഇന്നലെ എവിടെ ഉണ്ടായിരുന്നു? ചാവക്കാട്. 5 മക്കള്, ഒരു 8 മാസം പ്രായം കുട്ടി ഒക്കത്തൊരു വലിയമായി. വേറെ ചെറിയ 5 മക്കൾ, ചെറിയ കുട്ടികളാണ്. അപ്പൊ എന്നോട് പറഞ്ഞു ഈ മക്കളെ ഏറ്റെടുക്കുമോ? ഞാൻ പോലെ കുട്ടികളെ ഏറ്റെടുക്കുമല്ലോ. എന്നോട് പറയാം ഈ മക്കളെ അമ്മ മരിച്ചു. അപ്പൊ ഈ കുട്ടിനെ പ്രസവം കഴിഞ്ഞപ്പോ എന്തോ മനസ്സിന്റെ വിഷമമാണ് തോന്നിയതാത്ത. കാക്കട്ടെ, ഇതൊക്കെ കേൾക്കുമ്പോ വല്ലാത്തൊരു വിഷമാണ്, ഇല്ലാത്തൊരു വിഷമം. ഞാൻ വയനാട്ടിൽ നിന്ന് 3 മക്കളായിട്ട് വന്നിട്ട് പറയാം, മക്കളെ കണ്ടപ്പോ കുപ്പായം കീറിയിക്കണം. ഞാൻ ചോദിച്ചു മക്കൾക്ക് നല്ലൊരു കുപ്പായം തൊട്ടത്. ആപ്പില്ല. അതൊക്കെ കേൾക്കുമ്പോ വിഷമാണ്. ആപ്പില്ല, അതൊക്കെ കാരണം ഞാനൊക്കെ അനുഭവിച്ചതാണ്. ആ മക്കളെ കണ്ട് നല്ലൊരു കുപ്പായില്ല. ഞാൻ ചോദിച്ചു നല്ലൊരു കുപ്പായ ഇട്ട് കൊടുത്തൂടെ? എന്റെ ഭർത്താവ് പെട്ടെന്ന് അറ്റാക്കിന് മരിച്ചു. ഇപ്പോ തറവാട് സ്ഥലം മോരി വെക്കേണ്ട കേസിലാണ്. ചെലവിനൊന്നും കിട്ടൂല. അള്ളാഹു അങ്ങനത്തെ അവസ്ഥ എന്റെ അവസ്ഥകൾ കേട്ടിട്ടില്ലേ? കേട്ടിക്കണോ? എന്റെ ഞാനൊക്കെ എത്തിയുമായി വളർന്നതാണ്. എത്തിയെന്ന് പറഞ്ഞാൽ എത്തിയമ്മനെക്കാട്ടിലും എല്ലാ മാസവും എത്തി കുട്ടികളാകുമ്പോ എത്തിക്കാലെ പഠിക്കുമ്പോ തന്റെ മക്കളെ ഉമ്മമാരൊക്കെ വന്ന് കൊണ്ടുപോകും. ദാരിദ്ര്യം കൊണ്ട് എന്താക്കി എന്റെ അമ്മാനെ കെട്ടിച്ചു, പാപ്പ മരിച്ചു. ഒരു മാസം എത്തിങ്ങാലാവുമ്പോ ഒരു മൂലയിൽ കടന്ന് നമ്മളെ കാഷ്ടം മറ്റൊരാളെടുക്കേണ്ട ഒരു അവസ്ഥ അത് നിങ്ങൾ വായിക്കണം. എപ്പോഴും ഒരുപാട് ആളുകൾ വരുന്ന നമ്പറാണത്. ഇപ്പൊ അടുത്ത് ഒരു 22 വയസ്സായ വർത്താനം പറയല് അടിമമാർ പ്ലീസ് എന്താ ചെയ്യാം? അവിടെ വർത്താനം പറയുന്ന 22 വയസ്സായ ഒരു പൊന്നു മോള് ഇവിടെ വന്നു. ഒക്കത്തൊരു കുട്ടിയുണ്ട്, 7 മാസം. 2 വയസ്സൊരു മോളുണ്ട്. എന്നോട് പറയാണ്ട് പ്രശ്നം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയമുള്ള എല്ലാ നൂറുകാരിയുടെ മുസ്ലിങ്ങൾക്കും അൽഹംദുലില്ലാഹ് സുഖമാണെന്ന് തന്നു. പിന്നെ കുറച്ച് നിങ്ങളുടെ കയ്യിലേക്ക് തരുന്ന ചീരണികൾ നിങ്ങൾ എന്താക്കാൻ പാടില്ല, ഇപ്പം തന്നെ കഴിക്കാൻ പാടില്ല. തങ്ങൾ പാപ്പ വരും, നിങ്ങളോട് പറയും, പറഞ്ഞതിന് ശേഷമേ നിങ്ങൾ അത് കഴിക്കാൻ പാടുള്ളൂ. ഇൻഷാ അല്ലാഹ് റഹ്മാൻ റഹീമീൻ റബ്ബ് ഈ ഒരുമിച്ച് കൂടെ ഒരു സാലിഹായ പ്രവർത്തനമാക്കി തരുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് കുറച്ച് സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലും. ഇവിടെ വന്ന് തങ്ങൾ പാപ്പ ദുആ ചെയ്യും. ദുആ ചെയ്തതിന് ശേഷമേ നിങ്ങൾ ചീരണിത്തോളാം. ചീരണി ആരും കഴിക്കരുത്. ഇപ്പം അതൊരു മരുന്നായിട്ട് ഉപയോഗിക്കാനാണ്. ഇവിടെ വന്നിട്ട് ഈ ചീരണി കഴിച്ചിട്ട് ഒരുപാട് ആളുകളുടെ രോഗങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ശിഫ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഒരു 33 കുറച്ച് സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലുക. അതിനിടയ്ക്ക് തങ്ങൾ പാപ്പ വരും. വന്നതിന് ശേഷം ഇൻഷാ അല്ലാഹ് നമുക്ക് ആത്മാർത്ഥമായിട്ട് ദ്വാ, ഈ ദ്വായും സലാത്തും തന്നെയാണ് നമ്മുടെ മജ്ലിസ്, മറ്റൊന്നുമല്ല. ദ്വാ, സലാത്ത്, പിന്നെ പ്രാർത്ഥന, ഇത് മാത്രമാണ്.
പ്രാർത്ഥന കൊണ്ട് മാറാത്ത ഒരു സംഗതിയും ഇല്ലെന്നാണ് ഹബീബ റസൂൽ പറഞ്ഞത്. എന്ത് സംഗതി വരികയാണെങ്കിലും അത് ദ്വാ കൊണ്ട് മാത്രമേ തടുക്കാൻ കഴിയുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അപ്പോൾ നമ്മളെല്ലാവരും ഒരു കുറച്ച് സലാത്തുകൾ ചൊല്ലുക. ആണുങ്ങൾ കുറച്ച് ഒച്ചത്തിൽ ചൊല്ലിക്കോളും, പെണ്ണുങ്ങൾ പതുക്കെ ചൊല്ലിയാൽ മതി, ഒച്ചത്തിൽ ചൊല്ലണ്ട കേട്ടോ. ഇൻഷാ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബിയ്യ യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. അതിലേക്കൊന്ന് ഊതണം. ഊതുമ്പോൾ ഈശ്ഫി എന്ന് പറഞ്ഞിട്ട് ഊതണം. അല്ലാഹുവേ നീ ശിഫ നൽകണം. മാരകമായ രോഗങ്ങളെ തൊട്ട്, പെട്ടെന്നുള്ള മരണങ്ങൾ തൊട്ട്, അപകടങ്ങളെ തൊട്ട്, ഓരോരോ പ്രശ്നങ്ങൾ ആ ദിവസവും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് ഒരു വിഷമില്ലാത്ത ഒരു വ്യക്തിക്ക് പെട്ടെന്ന് ഒരു കുഴഞ്ഞു വീഴ് വന്ന് ഡോക്ടറത്തേക്ക് കൊണ്ടുപോയാൽ ഡോക്ടർമാർ പറയും ഇന്നതാ രോഗമെന്ന്. ആ സമയത്തായിരിക്കും നമ്മൾ അള്ളാഹുവിനോട് പഠിച്ചവനെന്ന് വിളിച്ചൊരു കാര്യമില്ല. അപ്പൊ അള്ളാഹുവിനോട് നമ്മൾ ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യണം. പഠിച്ചവനെ പെട്ടെന്നുള്ള രോഗങ്ങളൊന്നും ഞങ്ങൾക്ക് ഇനി തരല്ല. ഓരോരോ രോഗങ്ങൾ കേൾക്കുമ്പോൾ പേടിയാ. അതുകൊണ്ട് റബ്ബിനോടല്ല, മറ്റാരോട് നമുക്ക് പറയാനില്ല. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي